ऐसे बोल रहा है। ആശ്വാസായി. എന്നെ മനസ്സിലാവാതെ പോകുന്ന ഞാൻ പേടിച്ചു പോയി. ഞാൻ പിണങ്ങി തിരിച്ചു പോയാനെ. पता नहीं ऐसे बोल रहा है, पहचान लिया। यारो इवन यारो സ്വന്തം यारानिवनो। हेलो एवरीवन, वेलकम बैक टू अवर चैनल। तो दोस्तों, आज हम देखने वाले हैं 2024 में रिलीज़ हुई फिल्म मिया जगन। इस फिल्म में लीड रोल में है कार्ति अरविंद स्वामी और इस फिल्म को डायरेक्ट किया है श्री प्रेम कुमार ने। तो बिना किसी तरीके हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए और इस वीडियो को भी ज़रूर लाइक कीजिए। तो चलिए देखते हैं। लेट्स वॉच। दीपक बुझादिया 1996। अच्छा, मंदिर है। अच्छा, मंदिर बंद हो रहा है। मंदिर के कपाट बंद हो रहे हैं। रो रहा था वो। ഇവിടെ വന്നപ്പോ കുട്ടിയായിരുന്നു, നിന്റെ തോളിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാകട്ടെ നീ वो हाथी भी जानता शायद, लग रहा मुझे ना। വാ നമുക്ക് പോവാം. हाँ, जानता से ना। വാ. ഞങ്ങളീ നാട്ടിൽ നിന്ന് പോവാ. हाँ, कहाँ जा रहे हैं? उस गांव को छोड़कर जा रहा है ये हमेशा के लिए। क्या हुआ इसके बाद? വഴിയേ ഞാൻ തനിയേ പോണേ മോടി കാത്ത വീടും പിരിഞ്ഞേ പോണേ വഴിയേ തനിയേ ഞാൻ. എന്തിനാ സാറേ ഇങ്ങനെ രാത്രി തന്നെ പുറപ്പെടുന്നത്? അത് എന്നോട് പോലും इसके പറയാതെ. पापा थे ना। ചിറ്റപ്പ अच्छा, ഇനിയിപ്പോ നമുക്കിവിടെ എന്താ കാര്യം? जायदाद का बंटवारा हो അതിനെന്തിനാ गया। നാട് വിട്ടു പോകുന്നേ? ഇവിടെ എവിടെങ്കിലും വാടകയ്ക്ക് ഇതെന്റെ വീട് വിട്ടു പോകുന്നത് നിങ്ങളെക്കാളും അവനാണ് വലിയ അടി. ഒന്ന് ശ്രദ്ധിക്കണേ സാറേ. बंटवारा मतलब भाइयों में हुआ होगा बंटवारा। पता नहीं, साफ साफ बता नहीं रहे ना। वो सॉरी किया है। വഴി ഭുവനെ ഞാൻ എന്നോട് ശരിയാണോ ഞാൻ ചെയ്ത പാപം ഏത്? സ്വന്തങ്ങൾ നാളുകൾ എല്ലാമേ നിരാശ വേരോട് ചേരും പൂമരവും തനിച്ച. उसे भी मजबूरी में जाना पड़ रहा है अपने पापा की वजह से। वो नहीं चाहता ना वैसे आना। മാറ്റിടും ചതിയാടിടും ഇരുൾ പാതയിൽ ഒളിയെ പടിചേരുമേ ഈ കാട്ടിലോ എന്നെ താങ്ങിടാൻ ഏത് കൈ. पहुंच गए अब इसी घर में ना। बाहर जा रहे हैं। अच्छा, बाहर। നീരോട് ചേരാ കുമിളകൾ നാമുടൻ. ऐसा तो नहीं उन्होंने घर भेज दिया अपना। कुछ बंटवारे कर दो शुरू में। हो सकता है ताला भी लगा देने को। ये हो सकता है कि क्या पता भाइयों में बंटवारा हुई हो ना। ये दूसरे भाई के पास चला गया हो, पता नहीं क्या सीन है। हो सकता है उन लोगों को दे देना किसी। ഒരു കാലത്തും നന്നാവില്ല. ഞാൻ മനസ്സറിഞ്ഞ് ശപിക്കാം. സ്വത്ത് മാത്രം ഒക്കെ ആണേലും എന്റെ കൂടപ്പറപ്പല്ലേ. പെണ്ണായിട്ട് ജനിച്ചതുകൊണ്ട് അവളുടെ വീട്ടുകാര് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റൂ. അതിനൊപ്പം നമ്മളും അവളെ ശപിച്ചാലോ? വർദ്ധിക്കൂ. പക്ഷെ ഇവന്റെ കാര്യോ, അവന്റെ ലോകം തന്നെ ഈ വീടും നാടുമായിരുന്നല്ലോ. तो ये किस वाले भाई के पास गया फिर ये घर? कोई और भाई होगा फिर। ചേട്ടൻ പോയിട്ട് വരട്ടെ. വേണ്ട,
വരുവാ. ചേട്ടൻ നിനക്ക് ഒരുപാട് ചോക്ലേറ്റും ഉടുപ്പും ഒക്കെ വാങ്ങിക്കൊണ്ടുവരാം. എന്താ? എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട. ഞാനും ചേട്ടൻ്റെ കൂടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. എനിക്ക് ചേട്ടൻ്റെ കൂടെ പോണം. വാ മോളെ. എനിക്ക് ചേട്ടൻ്റെ കൂടെ പോണം. അരുളെ, നീ വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ശരി. पिछले ट्रक में बैठ गया, आगे बढ़ जाता, साइकिल ले जाएगा. വേണ്ട അച്ഛാ, ഒന്ന് നിന്നേ. ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്കാം. കരയാതെ മകനെ, നിനക്കായി ഞാൻ കാത്തി വരണേ എൻ മകനെ, നിനക്കായി ഞാൻ കാത്തി. कहाँ ये? शहर में आ गए किसी 2001 का दिखा रहे हो? 11. 2011? अच्छा. कितने सारे पक्षी हैं. कितना सारा खाना रखा है देखो. ये है वो शायद है. ये है ना वो. ओ अर्जुन स्वामी सारे तोतों के लिए रखा है खाना. वही होगा ना लड़का. हाँ वही होगा, और कौन होगा. ओ बैंग रहे हैं. कितने सारे पैरेट आए हुए हैं. ഞാനൊരു कौन खाने खिलाएगी. എനിക്ക് പോണമെന്നൊന്നുമില്ല, പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല. शादीशुदी हो गई. अच्छा शादीशुदी हो गई इसकी. എൻ്റെ കെട്ടിയും പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ 20 വർഷങ്ങളായിട്ട് ആരും ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. ഇപ്പൊ ബന്ധുക്കളെന്ന് പറയാൻ ഇവരൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അവരുടെ ഒരു ദേഷ്യത്തോടെ. അതൊരു തെറ്റൊന്നുമല്ല, പക്ഷെ നിനക്കൊരു മോളുണ്ട്, ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഉണ്ടല്ലോ പിന്നെ. അങ്ങോട്ട് പോകാൻ നിനക്ക് പേടിയാണോ അരുൾ? अच्छा वहीं जा रहा दोबारा वो. हाँ जहाँ से अपने किसी रिलेटिव के साथ में आ रहा है. 20 साल हो गए थे उस बात को. ഇതൊക്കെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവിടെ പോയാൽ ഇമോഷണൽ ആവും, കരഞ്ഞു പോകുന്നുള്ള. പോവാ. इसके पापा कहाँ हैं? ഇങ്ങനെ വെച്ചിട്ട് इसके പോയാൽ पापा എങ്ങനെയാണ്? मिले गुजर के बूढ़ी हो साथ. गई. അവിടെ പോയി കഴിഞ്ഞാൽ ആരോടും വഴക്കിനൊന്നും പോവാൻ നിൽക്കണ്ട. अब सिंदूर लगा പോവാ, रहा है. കാര്യം ചെയ്യാ, തിരിച്ചു വരാം. सिंदूर लगा रहा है. ये अच्छा अच्छा. अच्छा घर पे ट्यूशन पढ़ाते हैं. അരുൾ, അരുളെ അങ്ങോട്ട് പോവാന്ന് കരുതി. എന്തിനാ പോന്നെന്നും ഉണ്ട്, പോണമെന്നും ഉണ്ട്. അച്ഛനെന്താ വരാത്തെന്ന് അങ്ങനെ ചോദിച്ചാൽ ഞാൻ നോക്കിയോളാം. दादी को दिखाया नहीं. ഇത് ശരിക്കും ഞാൻ കെട്ടിക്കോളാം. സൂക്ഷി. निकल गया है अपने गांव की तरफ. पहुंची है.
पहुंच गए। ऑटो पे जा रहा है, यहाँ आकर थोड़ा खुश लग रहा है। ആ ഇവിടെ നിർത്തിയേക്ക്. पहुंच गया। ये था इनका घर ना? है यहाँ कोई रहता नहीं क्या? यहाँ तो कोई है नहीं। गेट तो खुला है ना? हाँ हाँ खुला है। മോനെ വീട്ടിന് പുറത്ത് ആരും നിൽക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കിയേ. हाँ भाग गया, चला गया। ഓ होटल സോറി, में रह रहा है। താങ്ക്സ്. किसी मंदिर को देख रहा है जहाँ लास्ट टाइम पे था। ദേ, സമയായി, വേഗം പോകാൻ നോക്ക്. എന്തിന്? വേഗം പോയിട്ട് കണ്ടവന്മാരുടെ മുഖം കാണാനും. ഇതിനും കാരണമാളാ. പോരഞ്ഞിട്ട് വരുമ്പോ ഒരു മെസ്സേജ്, നീ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഈ റിസപ്ഷനിൽ നീ വന്നില്ലെങ്കിൽ ഈ കല്യാണം. अच्छा उसकी बहन है शायद, कहीं वही बच्ची तो नहीं जो छोटी थी उस समय? वही है, हाँ वही होगी शायद। എന്ത് ചെയ്യാനാ, ഫിലോമിന ലോഡ്ജി റൂം ബുക്ക് ചെയ്ത് കിടന്നുറങ്ങി. സ്വന്തം നാട്ടിൽ പോലും റൂം ബുക്ക് ചെയ്ത് താമസിച്ച ഞാനേ ഒരു മാറ്റവും ഇല്ല. ये है वो हाथी, हाथी पहचान नहीं रहा उसे? तो पता नहीं वही वाला थी कि कोई और है? वही वाला वो है। ഇവിടെ വന്നപ്പോ നമ്മുടെ हाँ കുട്ടിയുടെ അത്രേ ഉണ്ടായിരുന്നു. वही है, नाम लेता तो पलट जाता हूँ। ഇവിടെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞ വേറെ മാർഗമില്ലാത്തോണ്ടാണ് ഞാൻ വന്നത്. ഈ വീട് വിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വേറെ വീട് നോക്കണം, ആ വീട് സെറ്റാകണം. अच्छा वहाँ किराए पे रहते हैं अभी ये उस साइड में? എന്റെ അമ്മ മതി, അതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങാതെ, അല്ലേ തന്നെ 1008 പ്രശ്നങ്ങളാ. किराए पे रहते हैं वहाँ ये? അങ്ങനെയുള്ളപ്പോ പെട്ടെന്ന് രാത്രി വന്ന് വീട് ഒഴിയാൻ പറഞ്ഞ എന്ത് ചെയ്യും? അതുകൊണ്ട് उसके मन में अब डर बैठ गया है। നമുക്ക് തന്നെ ആ വീട് അങ്ങ് ഹേയ് സൂപ്പർ സൂപ്പർ സൂപ്പർ. അരുൺ, നീ എനിക്ക് സ്വന്തം देगा വീട് जो നോക്കി തരാൻ मकान പോവാ. मालिक उसे घर। ഒന്ന് നിക്ക്. ഇത് കാണുമ്പോ പറയാമെന്നാ കരുതി, അതിനുള്ളിൽ ഫോണിൽ പൊലുമ്പിയല്ലോ. വീട് മേടിച്ചോണ്ട് ആദ്യം എന്താ ചെയ്യാന്നറിയോ? എല്ലാ ചുവരിലും ആണി അടിച്ചു വെക്കാൻ പോവാ. ഇനി അങ്ങോട്ട് പോയിക്കോ, ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്ത് വേണം ചെയ്യും. ഹേയ് ഹേമേ, ഞാനല്ലേ പറഞ്ഞത് എന്നോട് ചോദിക്കരുത്. നമ്മളെ ഈ വീട് വാങ്ങിച്ചാൽ എന്താണെന്ന് ആലോചിക്കുവാണെന്നാ ഞാൻ പറയാൻ വന്നത്. നീ ആലോചിക്കാന്ന് പറഞ്ഞാ തീരുമാനിച്ചു എന്നർത്ഥം. ഒപ്പീനിയൻ ചോദിച്ചാ ചുമ്മാ ക്രോസ് ചെക്ക് ചെയ്യാന്നർത്ഥം. बस के अंदर क्यों जा रहा है ये? वहाँ आ रहा है ना जहाँ शादी हो। अच्छा उस जगह का नाम लिखा था ना उसमें? കുമ്പം കൊടുത്ത് ജ്ഞാനനഗർ മാരിയമ്മൻ കോയിലൊക്കെ ആരെങ്കിലും कितनी मस्त जगह है। खेतों को बीच से रोड जा रही है। 2000 നോട്ടില്ലേ? എടോ ഇതാണ് ആദ്യത്തെ ഓട്ടം. 500 രൂപ ചേഞ്ചിന് ഞാൻ അങ്ങോട്ട് 500 ही दिया था उसने सिर्फ। തഞ്ചാവൂര് കുറെ നാളായിട്ട് മദ്രാസില. അത് തന്നെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നാട്ടിലേക്കല്ല ബസ്സിലേക്കാ പുതിയതെന്ന്. हैं वहाँ पीछे होती है क्या कंडक्टर की सीट? എവിടേക്കാ? അയ്യമ്പേട്ട.
സർ ഒരു മിനിറ്റ്. ടിക്കറ്റ് ടിക്കറ്റ്. ആ കുറച്ച് കഴിഞ്ഞാൽ എത്തും, ഞാൻ പറഞ്ഞുതരാം. ചോളൻ കല്യാണ മണ്ഡപം. നമ്മുടെ ചോളൻ കല്യാണ മണ്ഡപമാണോ? ഇവിടെ തന്നെ ഇറങ്ങിക്കോ. ചോളൻ കോയില് തുറക്കാൻ കുറച്ച് സമയം എടുക്കും. ഇവിടെ നേരെ പോയ ഗേറ്റ് കഴിഞ്ഞ് അങ്ങ് വലത്തോട്ട് തിരിഞ്ഞാ മതി. വലതെന്ന് വെച്ചാൽ ലെഫ്റ്റ്. അത് इसको पता नहीं दाएं मतलब സർ उसको लेफ्ट का नहीं पता नहीं. അച്ഛനെ ചോദിച്ചേ പറയാം. ഓക്കെ. ജഗു അതെ. ये शादी है, हीरो की फोटो लगा रही है उसमें. ये इतनी लेट पहुंच रहा है. लेट उस टाइम तो दोपहर लग रही थी. काफी लोग आ रहे हो. कोई पहचानेगा नहीं उसे, सब अपनी बहन से जाके मिलेंगे. बैग लेके आ रहा है सब बिना बैग के. ശ്രദ്ധിച്ചേക്കണേ ചേച്ചി. कैमरामैन उसका फेस दिखा रहा हो. अरे कोई पहचान नहीं रहा. ഹേയ് ലത. अच्छा भैया കണ്ടിട്ട് പഴയ പോലെ ആയിരിക്കും ഇപ്പോഴും. അതെന്താ എന്നോടൊരു ബഹുമാനമൊക്കെ? നല്ല അടി കിട്ടും പറഞ്ഞേക്കാം. എടാ അങ്ങനെയൊന്നുമില്ല. ഒരു അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റില്ല. ആ എനിക്ക് വന്നാലല്ലേ പറ്റൂ. അല്ലെ എന്ത് സംഭവിക്കുന്നു നിനക്കറിയാവല്ലോ. അറിയാം. അതിരിക്കട്ടെ, നിനക്കെങ്ങനെയുണ്ട് അത് പറ. ആ സുഖാണ്. ജോലിക്കും പോവാറില്ല, വീട്ടിലേക്കും വരാറില്ല. കുടി, ബിസിനസ് തുടങ്ങാണെന്ന് പറയും, പിന്നീട് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ചാടും. എന്നാലും ഒന്നും രക്ഷപ്പെടാറില്ല. എന്റെ അച്ഛനാ ചെന്നൈയിലേക്ക് കല്യാണം കഴിച്ചയച്ചാൽ പിന്നെ എന്താവും, എന്റെ മോളെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. अच्छा रिश्ता आया था इसका इसके लिए. അതെന്താണ് നിന്റെ സ്വന്തം കാര്യം? ശരി, നീ ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. നിന്നെ കണ്ടതും ചെയ്ത ജോലി അവിടെ ഇട്ടിട്ട് വന്നിരിക്കുക. पीछे जाएगा ഹേയ്. वो योगा कार्तिक. ക്ലൂ തരട്ടെ, എന്റെ നാട് നീടാമംഗലമാണ്. ഇപ്പോഴും മനസ്സിലായില്ലേ? ശരി. ഇതാണ് ലാസ്റ്റ് ക്ലൂ. 94. आयो अब याद. ടാടാടായ്. എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഏട്ടാ? अभी भी नहीं पहचान पाया. ऐसे बोल रहा है. ആശ്വാസായി. എന്നെ മനസ്സിലാവാതെ പോലെ ഞാൻ പേടിച്ചു പോയി. ഞാൻ പിണങ്ങി തിരിച്ചു പോയനെ. पता नहीं ऐसे बोल रहा था. पहचान लिया. അത് കഴിഞ്ഞിട്ട് എത്തിയ ഉടനെ ഞാൻ ചേട്ടന് വേണ്ടി ഉമ്മത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ചേട്ടൻ എത്തിയ ഉടനെ ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ചിന്നക്കുട്ടി മാമൻ ഒറ്റയ്ക്ക് കിടന്നെല്ലാം ചെയ്യുമ്പോ കണ്ടിട്ട് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ ഭാര്യയുടെ കടയേൽപ്പിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ട് ചൂടായിട്ടോ. ദേഷ്യം വരും. എന്നെ കുറിച്ച് കുറ്റമായിരിക്കും പറഞ്ഞത്. എന്റെ കല്യാണത്തിന്റെ കുക്കർ ഇങ്ങനെ തന്നെയാ. കഴിക്കാൻ ചൂടായിട്ട് എന്തുണ്ട്? എനിക്കല്ല ചേട്ടന്. നിന്റെ കല്യാണത്തിന് നീ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? അതൊക്കെ ഇപ്പൊ എന്തിനാട്ടാ? ശരി വിട്. ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ മോനെ, മധുര വരൂ, ഞാൻ ചേർത്ത്. എന്നുവെച്ചാലേ താഴെയുള്ള എല്ലാം ഇന്ത്യൻ ടോയ്ലറ്റാ.
രണ്ടിനാണെങ്കിൽ പാൻഡെല്ലാം അയച്ചിരിക്കാൻ ബുദ്ധിമുട്ടാ. ഒന്നിനാണെങ്കിൽ താഴോട്ട് തന്നെ പോവാം. പക്ഷെ രണ്ടിനാ ഈ സൈഡിലാണോ? നേരെ പോയാലേ കൈ കഴുകാനുള്ള സ്ഥലം എത്തും. അതിന്റെ തൊട്ടടുത്താ. अभी कहा जा अब उसके साथ जा रहा है. ഞാൻ തന്നെ ചോദിച്ചു പിടിക്കും. ആഹാ, ഒന്നിനാന്ന് പറഞ്ഞ എത്ര നാളെ ചേട്ടാ ചേട്ടാ